നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും അവരുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയുവാൻ ജാതകം പരിശോധിച്ച് പ്രശ്നപരിഹാരങ്ങളും വഴിപാടുകളും നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. ദോഷപരിഹാരത്തിനായി അത്ഭുത ഫലപ്രാപ്തിയെ തരുന്ന യന്ത്രങ്ങളും തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. ധനത്തിനായി ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യവശത്തിനായി ബാണേശി യന്ത്രവും, സർവ ഐശ്വര്യത്തിനും ദോഷശാന്തിക്കുമായി മഹാസുദർശന യന്ത്രവും, ശത്രുദോഷത്തിന് ബഗിളാമുഖിയും, സർവജനവശ്യത്തിനായി അശ്വാരൂഢവും, നവഗ്രഹ ദോഷങ്ങൾക്ക് നവഗ്രഹ യന്ത്രവും തുടങ്ങി ഒരു മനുഷ്യ ജീവിതത്തിലെ സർവകാര്യ വിജയത്തിനായുള്ള സമസ്ത യന്ത്രങ്ങളും ഇവിടെ തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിധ്വജം ഭൂതലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം മഹേശ്വര വിഘ്നേശ്വര പാർവതീദേവ്യമ്മേ ഭഗവതീ നമഃ. ഓം സുബ്രഹ്മണ്യ സ്വാമി അയ്യപ്പസ്വാമി ലക്ഷ്മി ഓം കാളിയമ്മേ ഓം ദുർഗാദേവിയമ്മേ ഓം കാമദേവി. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ബുധനും വ്യാഴവും തമ്മിൽ സംയോജിച്ച് ഉണ്ടാകുന്ന നവപഞ്ചമ രാജയോഗത്തിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. 2026 മാർച്ച് മാസത്തിൻ്റെ പകുതിയോട് കൂടി രൂപപ്പെടുന്ന നവപഞ്ചമ രാജയോഗം ബുധഗ്രഹവും വ്യാഴവും ചേർന്നുണ്ടാകുന്ന സൗഭാഗ്യദായകമായിരിക്കുന്ന സംയോഗമാണിത്. ബുധനെന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം, ഭാഗ്യത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ ദേവനാണ് ബുധഭഗവാൻ. ദേവനാണ് ബുധഗ്രഹം. അതുപോലെ തന്നെ ഭാഗ്യത്തിൻ്റെയും ധനത്തിൻ്റെയും ദേവനാണ് വ്യാഴഗ്രഹം. അപ്പോൾ തീർച്ചയായിട്ടും ബുധൻ്റെയും വ്യാഴൻ്റെയും സംയോഗം നടക്കുക എന്ന് പറയുമ്പോൾ വളരെ വളരെ സാമ്പത്തികമായും സമൃദ്ധിദായകമായും വിദ്യാഭ്യാസപരമായുമുള്ള നേട്ടങ്ങളൊക്കെ പൂർണ്ണമായും വന്നു ചേരുന്ന ഒരു ഫലമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അത്രത്തോളം ഗംഭീരമായിരിക്കുന്ന ചേർച്ചയും അത്രത്തോളം ഗംഭീരമായിരിക്കുന്ന അനുഗ്രഹവുമാണ് ഈ 2 ഗ്രഹസംയോഗത്തിലൂടെ ലഭിക്കാൻ പോകുന്നത്. 4 രാശിക്കാർക്കാണ് ഇതിനുള്ള ഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നത്. മാർച്ച് മാസം പകുതിയോടുകൂടി ബുധനും വ്യാഴവും ചേർന്ന് നമുക്ക് നൽകുന്ന നവപഞ്ചമ രാജയോഗത്തിലൂടെ വളരെ വളരെ പ്രാധാന്യത്തോടു കൂടിയുള്ള ഒരു ജീവിത മാർഗം തന്നെ തിരഞ്ഞെടുക്കാൻ പറയാൻ പോകുന്ന 4 രാശിക്കാർക്ക് കഴിയും എന്നുള്ളതാണ്. സ്വപ്നത്തിൽ പോലും വിചാരിക്കുവാൻ കഴിയാത്ത ഭാഗ്യങ്ങളും സമ്പത്തുകളും വിദ്യാഭ്യാസ ഉയർച്ചയുമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത്. ബുധൻ മിഥുനം രാശിയിൽ നിൽക്കുന്ന വ്യാഴവുമായി സംയോജിക്കുകയാണ്. ബുധൻ മിഥുനം രാശിയിൽ നിൽക്കുന്ന വ്യാഴവുമായി സംയോഗിക്കുകയാണ്. ബുധൻ മിഥുനം രാശിയിൽ നിൽക്കുന്ന വ്യാഴവുമായി സംയോഗിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നവപഞ്ചമ രാജയോഗം രൂപപ്പെടുന്നത്. ഇത് ഒരു ത്രികോണപരമായ ബന്ധമാണ്. ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും ഈ സംയോഗ തലം എന്ന് പറയുന്നത് ത്രികോണ തലമായ ബന്ധമാണ്. ത്രികോണപരമായിരിക്കുന്ന ഈ ബന്ധം 120 ഡിഗ്രി വന്നു ചേരുമ്പോഴാണ് ശുഭകരമായ ഗുണങ്ങൾ ഉണ്ടാകുന്നത്. ബുദ്ധിയുടെയും ഭാഗ്യത്തിൻ്റെയും പ്രതീകമായിരിക്കുന്ന ബുധനും സാമ്പത്തിക വ്യവസ്ഥയുടെയും ഭാഗ്യത്തിൻ്റെയും പ്രതീകമായിരിക്കുന്ന വ്യാഴവും
തമ്മിൽ ചേരുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക എത്രത്തോളം വലിയ ഭാഗ്യമാണ് വരാൻ പോകുന്നതെന്ന്. 4 രാശിക്കാർക്ക് സൗഭാഗ്യം എന്ന് പറയുന്നത് എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വർഷമാവുകയാണ് 2026. മാർച്ച് മാസത്തിൻ്റെ പകുതിയോടുകൂടി രൂപം കൊള്ളുന്ന നവപഞ്ചമ രാജയോഗത്തിൻ്റെ ഭാഗ്യതലത്തിൽ നിന്ന് സമ്പത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും കൊടുമുടിയിലെത്തിക്കുവാൻ അല്ലെങ്കിൽ കൊടുമുടി കയറുവാനുള്ള ഭാഗ്യം 4 രാശിക്കാർക്ക് വന്നു ചേരുകയാണ്. ജീവിതത്തിൽ ഇനി തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് പറയുമ്പോൾ പലപ്പോഴും ഈ ഭാഗ്യമൊക്കെ നമുക്ക് നമ്മുടേതായ വഴിയിൽ വന്നു ചേരണമെങ്കിൽ നന്മകളുടെ പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവണം. അതല്ലാതെ ഞാൻ ഇന്ന ഇതാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന രാശിയിൽ ജനിച്ചയാളാണ്, ഞാൻ ഇന്ന നക്ഷത്രജാതനാണ് എന്ന് നമ്മൾ സ്വയമേ വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. വളരെ സന്തോഷകരമായിരിക്കുന്ന നന്മയുള്ള ഈശ്വരവിശ്വാസത്തെ എപ്പോഴും നിലനിർത്താൻ ശ്രമിക്കുന്ന, ഈശ്വര മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് സമയമുള്ള കാലത്തൊക്കെ ഈശ്വര സന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന ഒരാൾക്കാണ് യോഗത്തിൻ്റെ പൂർണ്ണമായിരിക്കുന്ന ഭാഗ്യത്തെ അനുഭവിക്കുവാൻ കഴിയുന്നത്. ഇതൊന്നും ചെയ്തില്ലെങ്കിലും യോഗത്തിൽ നിന്ന് അനുഭവിക്കുവാൻ കഴിയുന്ന നല്ല ഫലങ്ങൾ അനുഭവിക്കുവാൻ കഴിയും. എന്നിരുന്നാലും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇത് കേട്ടിട്ട് നമുക്കത് ലഭിക്കും എന്ന് വിചാരിച്ച് വെറുതെ ഇരിക്കുന്നയാൾക്ക് സൗഭാഗ്യം ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ആ സൗഭാഗ്യങ്ങളുടെ പൂർണ്ണത, ഇപ്പോൾ ബുധനും വ്യാഴവും തമ്മിൽ സംയോഗിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നവപഞ്ചമ രാജയോഗം രൂപപ്പെടുമ്പോൾ പറയപ്പെടുന്ന 4 രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത തരത്തിൽ പുരോഗമനം ഉണ്ടാവുകയാണ്. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഈ നന്മകളും ഈശ്വര പ്രാർത്ഥനകളും ഭഗവത് ചൈതന്യങ്ങളെ മനസ്സിൽ നിറച്ചുകൊണ്ട് ആരാധനാ കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ മാത്രമാണ് ഇതൊക്കെ കിട്ടുന്നത്. മിഥുനം രാശിയെക്കുറിച്ചാണ് ആദ്യമായി പറയാനുള്ളത്. മകയിരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ചേരുന്ന മിഥുനം രാശി. വ്യാഴം മിഥുനം രാശിയിൽ തന്നെ നിൽക്കുന്നതിനാലും ബുധൻ നിങ്ങളുടെ രാശ്യാധിപനായി നിൽക്കുന്നതിനാലും ഈ യോഗത്തിൻ്റെ പരിപൂർണ ഫലം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും അനുഗ്രഹ പൂർണ്ണത പൂർണ്ണമായും ലഭിക്കും എന്നുള്ളതാണ്. അതായത് പുതിയ ബിസിനസ് രംഗങ്ങൾ തുടങ്ങുന്നതിന് ഭാഗ്യമുണ്ട്, വാഹനങ്ങൾ വാങ്ങുന്നതിനായുള്ള ഭാഗ്യം കാണുന്നുണ്ട്, ആഭരണാദികൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതിനായിട്ടുള്ള ഭാഗ്യം കാണുന്നുണ്ട്, പുതിയ ഗ്രഹം വെക്കുവാൻ വളരെ അലങ്കാരപരമായിരിക്കുന്ന പുതിയ വീട് വയ്ക്കുന്നതിനായിട്ട് ഭാഗ്യം കാണുന്നുണ്ട്. മിഥുനം രാശി നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം അവർ തൊടുന്നതെന്തും ഭാഗ്യദായകമായിരിക്കുന്ന അനുഭവത്തിൽ എത്തിച്ചേരുകയാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ മിഥുനം രാശി നക്ഷത്രജാതരായിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും യുവതീ യുവാക്കൾക്കും ഏറ്റെടുക്കുന്ന പരീക്ഷകളിലെല്ലാം തന്നെ വലിയ വിജയം നേടിയെടുക്കുവാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് പഠന മേഖലയിലെ വലിയ വിജയം, യുവതീ യുവാക്കൾക്ക് പഠന മേഖല, തൊഴിൽ മേഖല തുടങ്ങിയവയിലെ വലിയ വിജയം തുടങ്ങിയവ മാറ്റമില്ലാത്ത കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന മിഥുനം രാശി നക്ഷത്ര ജാതർക്ക് തീർച്ചയായും അവസരം വന്നുചേരും. പോകുവാനുള്ള എല്ലാ ഭാഗ്യങ്ങളും വന്നുചേരും. തന്നെയുമല്ല, വിദേശ രാജ്യത്ത് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്കുദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ല തൊഴിൽ ലഭിച്ച് സാമ്പത്തിക മേന്മ കയ്യിലേക്ക് വന്നു ചേരാനുള്ള ഭാഗ്യവും നവപഞ്ചമ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. അടുത്തത് തുലാം രാശിയാണ്. ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ ചേരുന്ന തുലാം രാശി. തുലാം രാശിക്കാർക്ക് ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും സംയോഗം ഭാഗ്യസ്ഥാനത്താണ് നടക്കുന്നത്. തൊടുന്നതെന്തും ഭാഗ്യദായകമായ അനുഭവമായി മാറും. ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ നല്ലൊരു ശതമാനവും 2026 വർഷങ്ങൾ കൊണ്ട് ഒഴിഞ്ഞു പോകും. 2026 വർഷം കൊണ്ടൊഴിഞ്ഞു പോകും തീർച്ചയായിട്ടും. ചെയ്യുന്ന ജോലിയിൽ കാര്യമാത്രമായ ശ്രദ്ധയുണ്ടായാൽ പോലും ധനം ധാരാളം വന്നു ചേരും. കർമ്മ മേഖല പുഷ്ടിപ്പെടുത്തേണ്ടുന്ന ചുമതല നിങ്ങളുടേതാണ്.
കാരണം നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഏത് കർമ്മമേഖലയാണോ ആ കർമ്മമേഖലയിൽ കഠിനമായി അധ്വാനിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ അതീവമായ ഭാഗ്യമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. മേലുദ്യോഗസ്ഥരുടെ പ്രശംസ, സമ്മാനങ്ങൾ തുടങ്ങിയവയിലൂടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തെ പോലും മാറ്റി മറിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് സമ്പത്ത് കുമ്മിഞ്ഞു കൂടുക തന്നെ ചെയ്യും. അലസ മനോഭാവം വിടുക എന്നുള്ളതാണ് ആദ്യമേ തന്നെ ചെയ്യേണ്ടുന്നത്. ചില ഭാഗ്യങ്ങൾ അങ്ങനെയാണ്. ഭാഗ്യം വന്നു ചേരുന്നത് അറിഞ്ഞാലും ചിലർ അനങ്ങുകയില്ല. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നന്നായി ചെയ്യുക, അതിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും വലിയ ഭാഗ്യം വന്നു ചേരുന്നത്. അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്താണ് നവപഞ്ചമ രാജയോഗം രൂപപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് വിദേശ ഭാഗ്യക്കുറികളിലൂടെ വമ്പൻ സൗഭാഗ്യങ്ങൾ വന്നു ചേരും. വിദേശ ഭാഗ്യക്കുറികളുടെ വമ്പൻ സൗഭാഗ്യം വന്നു ചേരും. സ്വദേശ ഭാഗ്യക്കുറിയിലൂടെയും വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിനുള്ള ഭാഗ്യത്തിന് വിധി കാണുന്നുണ്ട്. കാരണം ബുധ വ്യവസ്ഥയുടെയും വ്യാഴ വ്യവസ്ഥയുടെയും സംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന നവപഞ്ചമ രാജയോഗം രണ്ടും ഭാഗ്യദായകമാകുന്ന ഗ്രഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവയുടെ ചേർച്ചയിലൂടെ ഉണ്ടാകുന്ന ഭാഗ്യവും നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് തന്നെയായിരിക്കും. മുടങ്ങി കിടക്കുന്ന പിതൃസ്വത്തുകൾ തീർച്ചയായിട്ടും ഈ രാശി ജാതർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഉന്നത പഠനത്തിന് അനുകൂലമായിരിക്കുന്ന എല്ലാ വഴികളും തുറക്കും. തുലാം രാശി ജാതരായ നക്ഷത്ര ജാതർക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ ഉയർച്ചയാണ് ഉണ്ടാകാൻ പോകുന്നത്. ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും സഫലമാകും. പ്രണയ ബന്ധങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. പ്രണയ ബന്ധങ്ങൾ വിവാഹത്തിലെത്തുന്നതിനായിട്ടുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് നിങ്ങൾ പലർക്കും അനുഭവവേദ്യമായിട്ടുണ്ട്. എന്നാൽ തുലാം രാശിക്കാരിൽ ആ തടസ്സങ്ങളെല്ലാം തന്നെ ഒഴിഞ്ഞു മാറുന്ന വലിയ അനുഗ്രഹ മുഹൂർത്തമാണ് നവപഞ്ചമ രാജയോഗത്തിലൂടെ വന്നു ചേരാൻ പോകുന്നത്. മുഹൂർത്തമാണ് നവപഞ്ചമ രാജയോഗത്തിലൂടെ വന്നു ചേരാൻ പോകുന്നത്. എല്ലാം കൊണ്ടും സർവ്വ സൗഭാഗ്യങ്ങളാണ്. രോഗ ദുരിതങ്ങളാൽ ബന്ധപ്പെട്ടു കിടക്കുന്ന ആളുകൾക്ക് രോഗത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും ശമനമുണ്ടാകുവാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. അടുത്തത് കുംഭം രാശിയാണ്. അവിട്ടം പകുതി ചതയം പൂരിരുട്ടാതി മുക്കാൽ ചേരുന്ന കുംഭം രാശി. ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും സഞ്ചാരശേഷി കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതീവ ഭാഗ്യമാണ് ലഭിക്കുവാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ നവപഞ്ചമ രാജയോഗത്തിലൂടെ കുംഭം രാശിക്കാരായിരിക്കുന്ന നക്ഷത്ര ജാതർക്ക് വലിയ ഭാഗ്യം വന്നു ചേരാൻ പോവുകയാണ്. കിട്ടാതെ കിടന്ന ധനവ്യവസ്ഥകൾ ലഭിക്കും. കടബാധ്യതകളൊക്കെ ഒന്നായി ഒഴിഞ്ഞു മാറും. മാതൃസ്ഥാനത്തിന് ഉണ്ടായിരുന്ന ആരോഗ്യ വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ രോഗവ്യവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. സഹോദര സ്ഥാനീയരുമായി തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്നതായിരുന്നു എങ്കിലും ആ വ്യവസ്ഥകളൊക്കെ ഒഴിവായി തീർച്ചയായിട്ടും സൗഹൃദത്തിലും അടുപ്പത്തിലുമായി മാറും സഹോദര സ്ഥാനീയർ. അത്രത്തോളം മാറ്റമാണ് കുംഭം രാശിക്കാരായിരിക്കുന്ന നക്ഷത്ര ജാതർക്ക് വന്നു ചേരാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ മിത്രങ്ങളായി മാറും എന്നുള്ളതാണ്. ദോഷകരമായ മാറ്റമല്ല അത്. നിങ്ങൾക്ക് അനുകൂലമായ മാറ്റം തന്നെയായിരിക്കും അത്. അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെയും കുബേര ഭഗവാന്റെയും കടാക്ഷവും തലോടലും നിങ്ങൾക്കുണ്ടാവുക തന്നെ ചെയ്യും. കുംഭം രാശി നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും സംയോഗഫലമായി വന്നു ചേരുന്ന നവപഞ്ചമ രാജയോഗം വളരെ ഭാഗ്യദായകമായ അനുഭവമാണ് നൽകാൻ പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിലെ മികവ്, തൊഴിലന്വേഷകരായിരിക്കുന്ന യുവതി യുവാക്കൾക്ക് ലിസ്റ്റുകളിൽ ഇടം നേടാൻ കഴിയുക, അതുപോലെ തന്നെ പോലീസ്, അധ്യാപകർ തുടങ്ങിയ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രത്യേക അവാർഡുകളും സമ്മാനങ്ങളും ലഭിക്കുക തുടങ്ങിയവയൊക്കെ കുംഭം രാശിക്കാരായിരിക്കുന്ന നക്ഷത്ര ജാതർക്ക് നവപഞ്ചമ രാജയോഗ ഫലമായി വന്നു ചേരുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ സർഗാത്മകമായ കഴിവുകൾ അംഗീകരിക്കപ്പെടും. IT, ബാങ്കിംഗ് മേഖല, അധ്യാപനം
ഇങ്ങനെയുള്ളവർക്ക് സ്ഥാനക്കയറ്റം, ശമ്പളത്തിലുള്ള വർധനവ് തുടങ്ങിയവ വന്നു ചേരും. അതുപോലെ തന്നെ സന്താന ഭാഗ്യം വന്നു ചേരുന്ന വർഷം കൂടിയിട്ടാണ് 2026. അപ്പോൾ തീർച്ചയായും നവപഞ്ചമ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വമ്പൻ ഭാഗ്യങ്ങൾ അനുഭവിക്കുവാൻ വിധിക്കപ്പെട്ടവരാണ്, അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് കുംഭം രാശി ജാതരായ നക്ഷത്ര ജാതർ. തീർച്ചയായും എല്ലാ നന്മകളും ഇവർക്ക് വന്നു ചേരും. അതുപോലെ തന്നെ നവപഞ്ചമ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഹോദരങ്ങളിൽ നിന്നുള്ള സഹായമുണ്ടാകും. അടുത്തതായി മേടം രാശിയെക്കുറിച്ചാണ് പറയുന്നത്. അശ്വതി, ഭരണി, കാർത്തിക കാൽ ചേരുന്ന മേടം രാശി ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും സഞ്ചാര ഭാഗ്യമായി സർവഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ വിധിയുള്ളവരാണ് മേടം രാശിക്കാരായിരിക്കുന്ന നക്ഷത്ര ജാതർ. തൊഴിൽ മേഖലയിൽ തിളങ്ങി നിൽക്കുവാൻ കഴിയുന്നവരാണിവർ. അതുപോലെ തന്നെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും അവസാനമെത്തുകയാണ്. കർമ്മ മേഖലയിൽ നിങ്ങളുടേതായിരിക്കുന്ന പ്രവൃത്തി വ്യവസ്ഥകളിലൂടെ ധാരാളം ധനം വന്നു ചേരും. അതുപോലെ തന്നെ ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങൾ ചെറുതുകയല്ല, വലിയ തുക തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതിനുള്ള അനുഗ്രഹമുണ്ടാകും. വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി, അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ വൻപിച്ച പുരോഗതി, വിദേശ വ്യവസ്ഥകളിലേക്കൊക്കെ പോകുവാനും പഠിക്കുവാനും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള ഭാഗ്യം തെളിയും. അതുപോലെ തന്നെ തൊഴിലിനായി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് നടന്നു കിട്ടും. ഋണബാധ്യതകൾ അഥവാ കടബാധ്യതകൾ ഒഴിഞ്ഞു കിട്ടും. സമ്പൽ സമൃദ്ധിദായകമായിരിക്കുന്ന ഒരു കുടുംബ ജീവിത പശ്ചാത്തലം വന്നു നിറയും. ദാമ്പത്യപരമായ ചില അശടിപ്പുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം മാറി സന്തോഷകരമായ ജീവിതത്തിൻ്റെ ഭാഗമായി മുൻപോട്ട് നീങ്ങാൻ മേടം രാശിക്കാരായ നക്ഷത്ര ജാതർക്ക് കഴിയുക തന്നെ ചെയ്യും. അത്ഭുതപൂർവമായിരിക്കുന്ന ഗുണങ്ങളാണ് മേടം രാശിക്കാരായ നക്ഷത്ര ജാതർക്ക് നവപഞ്ചമ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരാൻ പോകുന്നത്. അതുപോലെ തന്നെ മേടം രാശിക്കാരുടെ 3-ാം ഭാവത്തിലും 9-ാം ഭാവത്തിലുമായിട്ടാണ് ഭാഗ്യദായകങ്ങളായിരിക്കുന്ന ഗ്രഹസ്ഥാന വ്യവസ്ഥകൾ അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്നത്. അതുപോലെ തന്നെ നവപഞ്ചമ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഹോദരങ്ങളിൽ നിന്നുള്ള സഹായമുണ്ടാകും. ധൈര്യപൂർവ്വം പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയും. പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുവാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത വർദ്ധിക്കുന്ന സമയമാണ്. തൊഴിൽ അന്വേഷകരായ യുവതീ യുവാക്കൾക്ക് തീർച്ചയായും തൊഴിൽ ലഭിക്കുന്ന സമയമാണ്. ലോട്ടറി, ഓഹരി വിപണി തുടങ്ങിയവയിൽ നിന്നും അപ്രതീക്ഷിതമായ ലാഭമുണ്ടാകും. കുടുംബ അംഗങ്ങൾക്കിടയിലെ ഭിന്നത മാറി ഐക്യബോധമുണ്ടാവുകയും ആഹ്ലാദം നിറയുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഈശ്വരൻ്റേതായിരിക്കുന്ന സന്നിധിയിലെത്തി മനസ്സ് തുറന്നുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകണം. ആ പ്രാർത്ഥനകളിലാണ് സർവകാര്യ വിജയം ഉണ്ടാകുന്നത്. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.